ല്ലോ എനിക്ക് ഈ തെളിവെടുന്ന് കിട്ടിയത് SIT അന്വേഷിക്കുന്നുണ്ടല്ലോ. അതെല്ലാം നിലനിൽക്കുമ്പോൾ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചിട്ട് അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പാരലൽ അന്വേഷണം നടത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പോലീസിൻ്റെ ചരിത്രത്തിലില്ലാത്തതാണ്. അപ്പോൾ ഈ ഗവൺമെൻറ്, മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പും ഇവിടുത്തെ പോലീസിൻ്റെ ചട്ടങ്ങളും മാനുവലും ഒന്നും എനിക്ക് ബാധകമല്ല എന്ന് ആവർത്തിച്ച് അജിത് കുമാർ തെളിയിക്കുകയാണ്. ആ ചട്ടലംഘനം തന്നെ മതി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. പോലീസിൻ്റെ, ആഭ്യന്തര വകുപ്പിൻ്റെ അനുമതിയില്ലാതെ പാരലായി അജിത് കുമാർ കഴിഞ്ഞ് 3-5 ദിവസമായി അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് ഈ തെളിവുകൾ എങ്ങനെയാണ് PV അൻവറിന് ലഭിച്ചത് എന്ന് നടത്തുന്ന അന്വേഷണം ചട്ടലംഘനമാണ്. ആ ചട്ടലംഘന പ്രകാരം തന്നെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, PV അൻവർ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ചെറിയ തെളിവുകളുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്താൻ സർക്കാർ അനുമതി തേടിയത്. ഈ രണ്ട് കാരണം തന്നെ മതി. ഈ രണ്ട് കാരണം കൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് വേണം ഇനി മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് ഇതിനൊരു പെറ്റീഷണർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇല്ല, സസ്പെൻഡ് ചെയ്താൽ എല്ലാം പോയില്ലേ. ഇപ്പം മാറ്റുക എന്നതിൽ നിന്ന് മാറിയല്ലോ. ആ ഒരു സിറ്റുവേഷൻ മാറി, അടുത്തൊരു സ്റ്റേജിലേക്ക് കേസെത്തി. ഇവിടെയാണ് ഇപ്പോൾ ഞാനത് പറയുന്നത്. മുമ്പ് ഞാനത് പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഞാനിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം എനിക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ, ഇത് ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് CM-ൻ്റെ അടുത്തേക്ക് എത്തും. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞത്, ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിൽ ഫ്രണ്ട് പേജിൽ പറയുന്നത് ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഈ ഫയലെത്തി, രാത്രി തന്നെ അദ്ദേഹം അതിനെ ഓർഡറാക്കി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 7 ദിവസം ഇത് എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് 2 മണിക്കൂർ മുമ്പ് ഞാൻ ഉന്നയിച്ചത്. സ്വാഭാവികമായിട്ട് ഞാൻ ഉന്നയിച്ച ചോദ്യമില്ല, നിങ്ങളെല്ലാവരും ഉന്നയിച്ചതാണ്. കേരളത്തിലെ ജനം അന്വേഷിച്ചാണ് എന്താ ഇത് നീണ്ടുപോകുന്നത്. ആ നീണ്ടുപോകേണ്ടുന്ന കാരണം ഈ പറയുന്ന ചീഫ് സെക്രട്ടറി വഴി, ആഭ്യന്തര സെക്രട്ടറി വഴി ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തണമെന്ന വിശദീകരണം ഇപ്പോൾ കാണുകയാണ്. അതായിരിക്കും യാഥാർത്ഥ്യം. അത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ വിഷയം ഇത്ര ഗൗരവമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു പത്രക്കുറിപ്പ് ഇറക്കിയില്ല ജനങ്ങളുടെ ഈ സംശയം ദൂരീകരിക്കാൻ? ഇന്ന കാരണം കൊണ്ടാണ് ഇത് വൈകുന്നത്. പത്രക്കുറിപ്പ് ഇറക്കിയില്ലല്ലോ. അപ്പോഴും എന്താ ചെയ്തത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന് കാരണക്കാരൻ, 8 ദിവസമായിട്ട് മുഖ്യമന്ത്രിന് അനുമതി കൊടുക്കുന്നില്ല എന്ന ഒരു ചർച്ച കേരളത്തിൽ ഡെവലപ്പ് ചെയ്യാൻ പൊളിറ്റിക്കൽ സെക്രട്ടറി കൂട്ടുനിന്നു. അത് അതിനും വലിയ ബാധകല്ലേ? അതിനയാൾ ഉത്തരം പറയണ്ടേ? എന്തൊരു പത്രക്കുറിപ്പ് ഇറക്കിക്കൂടെ? എല്ലാവരെയും ഇരുട്ടിൽ നിർത്തിയിട്ട് ഈ പറയുന്ന ഗവൺമെൻറ്റിനെയും പാർട്ടിയെയും മുൻമുലയിൽ ഈ കഴിഞ്ഞ 8 ദിവസം നിർത്തേണ്ട ആവശ്യം എന്തായിരുന്നു? അതാ ഞാൻ പറയുന്നത്. പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ഇതിലൊക്കെ പല പൊളിറ്റിക്കൽ ടാർഗറ്റും ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥത്തിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവാണിത്. അപ്പോൾ അവസാനിപ്പിക്കാം.